ഹായ് ഗൈസ്, ഞാനിപ്പോ ഉള്ളത് എടപ്പള്ളി വനിതാ വിനീത തിയേറ്ററിലാണ്. സിനിമകളിലൊക്കെ എന്താ പറയാ ജാതകം എഴുതുന്ന തിയേറ്റർ എന്ന് പറയില്ലേ, അങ്ങനെയുള്ള ഒരു തിയേറ്ററാണ് വനിതാ വിനീത തിയേറ്റർ. എല്ലാ പടങ്ങളിലെയും ഫസ്റ്റ് ഷോ, എല്ലാ സിനിമകളിലെ അണിയറ പ്രവർത്തകരും എല്ലാവരും വന്ന് ചേരുന്ന ഒരു തിയേറ്ററാണ്. കുറെയൊക്കെ ഇവിടെ എന്താ പറയാ നല്ല റെസ്പോൺസ് മാത്രമാണ് ഇവിടെ വരാറുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടത്തെ വിശേഷങ്ങൾ നമുക്ക് നോക്കി നോക്കാം. ടർബോ ഇവിടെ 4 ഷോയാണ് കളിക്കുന്നത്. ആ 4 ഷോയില് 3:30 ഷോയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല കിൻഡൽ ഇടി നടക്കുന്നുണ്ട് ജോസായിട്ടായുടെ. അപ്പോ ഈ പടത്തിന്റെ ആളുകൾ ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട് ടർബോ? 17 ദിവസമായി, ഇപ്പോഴും തിരക്കുണ്ടോ? എപ്പോഴും തിരക്കാണ്. ആളുകൾ ഇങ്ങനെ തിങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാണാൻ ആളുകൾ അവർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്. മമ്മൂക്കായും മോഹൻലാലും അല്ലേ ഇവിടുത്തെ ജനങ്ങളുടെ കലാകാരന്മാരായിട്ടുള്ളത്. അവര് രാജാക്കന്മാര്. അവരില്ലെങ്കിൽ നമുക്ക് പടമില്ല. അടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മമ്മൂക്കായുടെ അല്ലെങ്കിൽ ഉടനെ പടമൊന്നും ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പോയി 2-3 നല്ല പടങ്ങളും എടുത്തോണ്ട് വരണം. നേരത്തൊക്കെ നമുക്കൊക്കെ കാണാമല്ലോ. ഹിന്ദി, ഇംഗ്ലീഷും മലയാളം, തമിഴും എല്ലാം കാണണം മനുഷ്യൻ, അല്ലേ? മലയാളം തന്നെ കണ്ടോണ്ട് വരുന്നുണ്ട് കാര്യമില്ല. ഇതിനെ കുറിച്ച് എല്ലാം സ്റ്റഡി ചെയ്യണം, റിസർച്ച് ചെയ്യണം. 23 വയസ്സിലെ മമ്മൂക്ക തകർത്തോണ്ടിരിക്കണം. അടി എല്ലാം കൂടെ പുള്ളിക്കുണ്ടല്ലോ. ഇതെല്ലാം ഉള്ള സിനിമയിലൊക്കെ എന്ന് പറഞ്ഞ ഒരു സ്റ്റണ്ടല്ലേ, ഒരു തട്ടിപ്പ് വെട്ടിപ്പ് എല്ലാം ഉള്ള ഇതിനകത്ത്. ഈ കല എന്ന് പറയുന്ന കല പല രീതിയിൽ അതെല്ലാം ആസ്വദിക്കണം. ദുഃഖവും ദുരിതവും വരുന്ന അല്ല, ഇതിനകത്ത് കലയുണ്ട്. കല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കാത്തതുണ്ട്. നമ്മൾ അവരെ അഭിനയിച്ച് കാണിക്കുക, അല്ലേ? അതാണ് സിനിമ. ഏറ്റവും കുറഞ്ഞ കലയില് സിനിമ മാത്രമാണ്, അല്ലെ? 10-15 രൂപ കൊടുത്തൊരു ടിക്കറ്റ് എടുത്ത് സിനിമ കാണാം. അത് നാടകത്തിനോ 150, 200, 1500 കൊടുക്കണം. അതാണ് നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം. ഏത് ഷോയ്ക്ക് തിരക്ക് കൂടുതല്? രാത്രിയാണോ അതോ സെക്കൻഡ് ഷോയ്ക്കും ഫസ്റ്റ് ഷോയ്ക്കൊക്കെ നല്ല തിരക്കുണ്ട്. സെക്കൻഡ് ഷോയ്ക്കും കുഴപ്പമൊന്നുമില്ല, എപ്പോഴും ആള് വരുന്നുണ്ട്. ഞങ്ങളിവിടെ രാത്രി ഇതിനെ പറയാണെങ്കിൽ വണ്ടികളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. 1-2 ആളുകൾക്കൊക്കെ ചില പഴയ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഒരു അർക്കട വിഷയ, അത് പോട്ടെന്ന് വെക്കാം, അല്ലേ?